നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിലക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സാധനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി. അപ്പോൾ ഇതിൽ പുതിയ ടീമാണ് ഇപ്പോൾ ഉള്ളത് ഈ ഭരണസമിതിയിൽ. ആ ടീമിനെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ നിധി ഈ കേരളത്തിന് തന്നെ മാതൃകയാവുന്ന വിധത്തിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 2 ലക്ഷം റുപ്യ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടാത്ത തന്നെ ആളുകൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു 10 ലക്ഷം രൂപ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മാസം ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്, മഴവെള്ള ഫ്ലഡിൻ്റെ വിഷയമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത മാസം നമ്മളൊരു ബിരിയാണി ചലഞ്ചൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ വ്യാപാരി സമൂഹത്തെയും ഇവിടുത്തെ കുടുംബശ്രീ, അതുപോലെ തന്നെ ആശാ വർക്കർമാർ, അംഗനവാടി ടീച്ചർമാർ, വ്യാപാരികൾ, വിദ്യാർത്ഥികൾ, ഓട്ടോ തൊഴിലാളികൾ, എല്ലാ മേഖലയിലെ ആളുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നിധി വലിയൊരു നിധിയാക്കി മാറ്റിക്കൊണ്ട് തുടക്കം കുറിക്കും. ഇതിപ്പോൾ നമ്മളിങ്ങനെ തുടക്കം ഈ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നമ്മളാണ് തുടക്കം കുറിച്ചത്. അത് കണ്ട് ഒരു മാതൃകയായി മറ്റു പഞ്ചായത്തുകളൊക്കെ ആരംഭിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. നമുക്ക് ഇതൊരു മാതൃകാപരമായ പ്രവർത്തനം, ഇവിടുത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക്, ക്യാൻസർ, കിഡ്നി, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഒരു സഹായം നൽകുന്ന വിധത്തിലുള്ള പ്രവർത്തനത്തിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് അക്കൗണ്ടിലൂടെ വാങ്ങുകയും അക്കൗണ്ടിലൂടെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ആർക്കും എപ്പോഴും നമ്മൾ ഒരു ഇതിന് പറയുന്നത് പോലെയല്ല, ഏത് കൊച്ചു കുട്ടിക്ക് വന്ന് നോക്കിയാലും ഇവിടെ ആരൊക്കെ പണം തന്നു, ആർക്കൊക്കെ കൊടുത്തു എന്ന് പരിശോധിക്കുന്ന വിധത്തിൽ, വിദ്യാർത്ഥികൾക്ക് പോലും പരിശോധിക്കുന്ന വിധത്തിലുള്ള ഒരു സുതാര്യമായ ഒരു സംവിധാനത്തിലേക്ക് ഇതിനെ മാറ്റും. അത് സാധാരണ ഈ ദുരിതാശ്വാസ നിധിയൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റും അതല്ലെങ്കിൽ 1-2 അംഗത്തിന് മാത്രം തീരുമാനിച്ചു പോകാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ 24 മെമ്പർമാരും അടങ്ങുന്ന ഭരണസമിതി യോഗത്തിൽ പാസ്സാക്കിയിട്ടാണ് ഈ പണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച്, അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പഞ്ചായത്ത്, കോടിക്കണക്കിന് രൂപ നമുക്ക് സ്വന്തമായിട്ട് തന്നെ തനത് ഫണ്ട് ഉള്ള പഞ്ചായത്താണ്. പക്ഷേ അതൊന്നും ഒരു രോഗി വരുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ നിയമവ്യവസ്ഥക്കനുസരിച്ച് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഒരു രോഗി വന്ന് ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കൈത്താങ്ങ്, അത് ഇവിടുത്തെ നല്ല മനസ്സിൻ്റെ ഉടമകളുണ്ട്, ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട്, ഇവരൊക്കെ തന്നിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബശ്രീക്കാർ അവർ 76,000 രൂപ നമുക്ക് അവരിങ്ങോട്ട് നമ്മൾ ഇത് കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് തന്നു. ഇവിടുത്തെ മെമ്പർമാർ അതിൽ എല്ലാ ഭരണപക്ഷ പ്രതിപക്ഷമൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഇതിലേക്ക് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു തുടക്കമായൊരു സുതാര്യത വന്നാൽ, ആളുകൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ സമൂഹം അത് സ്വയം ഏറ്റെടുക്കും. നമുക്ക് കൂടെ നിന്ന് കൊടുത്താൽ മതി. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.